ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. നവംബർ മാസം 18-ാം തീയതി മുതൽ 24-ാം തീയതി വരെ, അതായത് കഴിഞ്ഞ ആഴ്ച OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ്. ഇന്ന് വരെ ഉള്ള റിലീസുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏകദേശം 39ഓളം റിലീസുകളായിരുന്നു കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം നമുക്ക്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്താൽ ഇതുപോലുള്ള എൻ്റെ വീഡിയോസ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം നമുക്ക്. ഏകദേശം 39ഓളം റിലീസുകളാണുള്ളത്. ഓക്കെ, ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു തമിഴ് മൂവിയാണ്. റോക്കറ്റ് ഡ്രൈവർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. റോക്കറ്റ് ഡ്രൈവർ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ തമിഴ് ഭാഷയിൽ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു സീരീസ് ആയിരുന്നു, ഒരു ഡോക്യുമെന്ററി സീരീസ് ആയിരുന്നു. നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിൽ എന്ന സീരീസ്. നയൻതാരയും വിഘ്നേഷ് ശിവന്റെയും കല്യാണം അതിനോടനുബന്ധിച്ചുള്ള സംഭവങ്ങളായിട്ടായിരുന്നു നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സീരീസ് റിലീസ് ചെയ്തത്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷകളായിട്ടായിരുന്നു ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിരുന്നത്. അടുത്തത് ഒരു മലയാളം മൂവിയാണ്. നമ്മുടെ ആസിഫ് അലി, അതുപോലെ തന്നെ അപർണ ബാലമുരളി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ മിസ്റ്ററി ത്രില്ലർ മൂവി കിഷ്കിന്ധ കാണ്ഡ് എന്ന് പറയുന്ന സിനിമ. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴിയാണ് മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ആഹാ തമിഴ് വഴി റിലീസ് ചെയ്ത തമിഴ് മൂവിയാണ്. വിവേസിനി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമിഴ് ഭാഷയിൽ മാത്രമായിട്ടാണ് ഈ സിനിമ ആഹാ തമിഴ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ മേരി ജെന്റിൽമാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഇന്തോനേഷ്യൻ ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സക്രാൻഡു മൗട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് ആനിമേഷൻ മൂവിയാണ്. സ്പെൽ ബൗണ്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു ആനിമേഷൻ മൂവി റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഫ്രഞ്ച് മൂവിയാണ്. GT Max എന്ന ഫ്രഞ്ച് മൂവിയാണ്. ക്രൈം ആക്ഷൻ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഫ്രഞ്ച്, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ദ പ്രോമിസ്ഡ് ലാൻഡ് എന്ന ഒരു ആക്ഷൻ ഡ്രാമ ഹിസ്റ്ററി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഡാനിഷ് മൂവിയാണ്. ഈ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ഗേൾ ഇൻ ദ ട്രങ്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസ് വഴിയാണ് ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു കോമഡി സ്പാനിഷ് മൂവിയാണ്. ദ നൈറ്റ് മൈ ഡാഡ് സേവ്ഡ് ക്രിസ്മസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ പിയാനോ ലെസൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഒരു മലയാളം മൂവിയാണ്. വിനായകനും സുരാജ് വെഞ്ഞാറമൂടൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തെക്ക് വടക്ക് എന്ന് പറഞ്ഞ സിനിമ. മനോരമ മാക്സ്, ആമസോൺ പ്രൈം ഈ രണ്ട് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഹിന്ദി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ്. തുക്രാക്കെ മേരാ പ്യാർ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഡിസ്നി+ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി സീരീസ് തന്നെയാണ്. വാക്ക് ഗേൾ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. ആമസോൺ പ്രൈമിൽ തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം, കന്നഡ ഭാഷകളായിട്ട് അവൈലബിൾ ആണ്. അടുത്തത് ഒരു സയൻസ് ഫിക്ഷൻ ഹൊറർ ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഏലിയൻ റൂംലെസ് എന്ന് പറഞ്ഞ സിനിമ. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ഡിസ്നി+ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. ബഗീര എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കന്നഡ, തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ഐ ഹേറ്റ് ലവ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സ്പാനിഷ് മൂവിയാണ്. പിമ്പിനേരോ ബ്ലഡ് ആൻഡ് ഓയിൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സ്പാനിഷ് ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. പെട്ടർ റാപ്പ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. പ്രഭുദേവൻ, സണ്ണി ലിയോൺ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. അടുത്തത് ഔട്ട് ഓഫ് മൈ മൈൻഡ് എന്ന് പറഞ്ഞ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് മൂവിയാണ്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഹൊറർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. നെവർ ലെറ്റ് ഗോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈം, ആപ്പിൾ TV+ എന്നീ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. ലൈൻമാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിംപ്ലി സൗത്ത്, ആഹാ തമിഴ് OTT പ്ലാറ്റ്ഫോമിൽ ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. തമിഴ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്ത ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ലഗാം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ജോയ് എന്നാണ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ടാണ് നെറ്റ്ഫ്ലിക്സിൽ ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്.
അടുത്തത് ഒരു ഫ്രഞ്ച് ത്രില്ലർ മൂവിയാണ്. ഹോണ്ടിങ് വിത്ത് ടൈഗേഴ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കോമഡി മിസ്റ്ററി ക്രൈം വിഭാഗത്തിൽപ്പെടുന്നൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ഗ്രീഡി പീപ്പിൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളായിട്ട് ലാൻഡ്സ് ഗേറ്റ് പ്ലേ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സ്വീഡിഷ് മൂവിയാണ്. ഫ്രം ഡാർക്ക്നെസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസ് ആണ്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് സീരീസ് ആണ്. ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. രണ്ടാമത്തെ സീസണാണ്. ജിയോ സിനിമ വഴിയാണ് ഈ സിനിമ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി സീരീസ് ആണ്. യെ കാലി കാലി ആക്കെ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. രണ്ടാമത്തെ സീസണാണ്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത മലയാളം കോമഡി ത്രില്ലർ വിഭാഗത്തിലുള്ള സീരീസ് ആണ്. ഹാപ്പി ജേണി എന്ന സീരീസ് സൈന പ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസ് ആണ്. ക്രൂവൽ ഇന്റൻഷൻസ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു സീരീസ് തന്നെയാണ്. ഇംഗ്ലീഷ് സീരീസ് ആണ്. എ മാൻ ഓൺ ദ ഇൻസൈഡ് എന്നാണ് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത സീരീസിന്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ടാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത മലയാളത്തിലുള്ളൊരു സിനിമയാണ്. നമ്മുടെ ധ്യാൻ ശ്രീനിവാസനും അതുപോലെ തന്നെ അപർണദാസും ഒക്കെ പ്രധാന വേഷം കൈകാര്യം സീക്രട്ട് എന്ന് പറഞ്ഞ സിനിമ മുന്നർ മാക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. സിംപ്ലി സൗത്തിലും റിലീസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യക്ക് പുറത്തായിട്ട്. അടുത്ത ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്ത ഒരു കോമഡി മൂവിയായിരുന്നു പ്രാട്ട് നാടകം എന്ന് പറഞ്ഞ സിനിമ. സൈജു കുറുപ്പ് പ്രധാന വേഷം കൈകാര്യം സിനിമ ആമസോൺ പ്രൈമിൽ സർപ്രൈസ് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഇടിയൻ ചന്തു പറഞ്ഞ മലയാളം മൂവിയാണ്. വിഷ്ണു കൃഷ്ണ പ്രധാന വേഷം കൈകാര്യം സിനിമ ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ സർപ്രൈസ് ആയി റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജാപ്പനീസ് മൂവിയാണ്. കോട്ടൺ ടെയിൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ജാപ്പനീസ് ഭാഷകളായിട്ട് ആപ്പിൾ TV പ്ലസിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ബേബ്സ് എന്നാണ് ഇംഗ്ലീഷ് മൂവിയുടെ പേര് വരുന്നത്. കോമഡി മൂവിയാണ്. ജിയോ സിനിമ വഴിയാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു അഡ്വഞ്ചർ ഫാന്റസി കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഹാറോൾഡ് ആൻഡ് ദ പർപ്പിൾ ക്രയോൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലും ആമസോൺ പ്രൈമിലും ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്, അതായത് നവംബർ മാസം 18-ാം തീയതി മുതൽ ഇന്ന് വരെ 24-ാം തീയതി വരെ റിലീസ് ചെയ്തതായിട്ടുള്ളത്. 39ഓളം റിലീസുകളാണുള്ളത്. ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും